ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗോൾഡിൻ്റെയും അതോടൊപ്പം യൂറോ USDയുടെയും അടുത്ത മൂവ് എന്തായിരിക്കും എന്നാണ് പറയാൻ പോകുന്നത്. പിന്നെ എനിക്ക് ഇന്നലെ ഗോൾഡിലും യൂറോയിലും പ്രത്യേകിച്ച് ഒരു എൻട്രി കിട്ടിയിട്ടില്ല. പകരം ഞാൻ എൻട്രി എടുത്തത് AUD USDയിലും അതേപോലെ തന്നെ USD CHFിലായിരുന്നു. അപ്പോൾ അതിൻ്റെ എൻട്രി മോഡലും കൂടി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും എനിക്ക് എങ്ങനെ എൻട്രി കിട്ടിയെന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പേരുടെ മെയിൻ മൂവായിരിക്കും നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക എല്ലാവരും. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും പറയുന്നത് ഇതിന് മുന്നത്തെ വീഡിയോ, ഇന്നലത്തെ വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും ഈ ഒരു വീഡിയോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ കുറച്ച് ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്ത് തന്നായിരുന്നു. ഈ ഡിമാൻഡിൽ അല്ലെങ്കിൽ ഈ സപ്ലൈയിൽ ഈ ലിക്വിഡിറ്റി മാർക്കറ്റ് എടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് താഴേക്ക് അല്ലെങ്കിൽ മുകളിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു വ്യക്തമായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ ജസ്റ്റ് പോയി കാണാൻ ടൈം ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് അതിൽ പറഞ്ഞത്. സോ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും ഒരു വീഡിയോ. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം, ഒരു ഡിസ്ക്ലൈമർ പോലെ പറയുന്നതാണ്. സോ ഞാനൊരു സെബി രജിസ്റ്റേർഡ് ട്രേഡർ അല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന അതേ കാര്യങ്ങൾ നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്തൊരു ട്രേഡ് എൻ്റർ ആവാതെ നിങ്ങൾക്ക് ഒരു ഓൺ സ്ട്രാറ്റജി ഉണ്ടാവും. ആ സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്തിട്ട് മാത്രം ട്രേഡ് ചെയ്യപ്പെടും. ഓക്കെ, സോ എപ്പോഴും റിസ്ക് മാനേജ് ചെയ്യുക. സോ ഓക്കെ, അപ്പം അത് നോക്കാം എല്ലാവരും. അപ്പം നേരെ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലോട്ട് പോകാം. പിന്നെ മറ്റൊരു ചെറിയ കാര്യം, നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും താഴെ കമൻറ്റ് ചെയ്യാൻ നോക്കുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഒരുപാട് പേരിലേക്ക് ഈ വീഡിയോ റെക്കമെൻഡേഷൻ ആയിട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ ഈ ഡെയിലി ട്രേഡ് ചെയ്യുമ്പം കുറേ പേർക്ക് ഡയറക്ഷൻ പ്രശ്നം ഉണ്ടാവും, എങ്ങോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്നുള്ളൊരു ഐഡിയ ഉണ്ടാവില്ല. ഓക്കെ, സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ഐഡിയ കിട്ടും ഡെയിലി ട്രേഡ് ചെയ്യുമ്പോൾ. ഓക്കെ, സോ ആ ഒരു ബേസിക് കാര്യം ഉദ്ദേശിച്ചാണ് ഡെയിലി വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ നോക്കുക, ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ ഗോൾഡ് പറഞ്ഞ ഏരിയ നമുക്ക് ഫസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മൾ സെഷൻസ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സെഷൻസ്. നമ്മൾ ഇന്നലെ പറഞ്ഞത് ഏഷ്യ സെഷൻ റണ്ണാവുന്ന സമയത്താണ് വീഡിയോ ചെയ്ത്. അപ്പോൾ ഏഷ്യ ലോ മാർക്കറ്റ് എടുത്തിട്ടില്ല. സോ മാർക്കറ്റ് ഫസ്റ്റ് ഏഷ്യ ഹൈ എടുത്തതിന് ശേഷം ലണ്ടൻ വന്ന് ലോ എടുക്കുന്നതാണ് വിചാരിച്ചത്, പക്ഷേ എടുത്ത ന്യൂയോർക്കാണ്. ഓക്കെ, അപ്പോൾ അതങ്ങനെ നോക്കാം. അപ്പോൾ നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്ത് തന്നിരുന്ന ഏരിയ എന്ന് പറയുമ്പം നമുക്ക് ജസ്റ്റ് കാണിക്കാം. സോ ഇന്നലെ പറഞ്ഞ ഏരിയ ഇത് ഏഷ്യ ലോ ആണ്, ഇന്നലത്തെ ഏഷ്യ ലോ. ഓക്കെ, അപ്പോൾ ഇത് ഫുള്ളി ലിക്വിഡിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ മാർക്കറ്റ് വരികയാണെങ്കിൽ ഒരു ബൈ നോക്കാം, അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഈ ഡിമാൻഡിൽ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു ബൈ കിട്ടാൻ ചാൻസ് ഉണ്ട്, ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഡയറക്റ്റ് എൻട്രി എടുക്കുന്ന എന്തൊരു റിസ്ക്കാണ്. കാരണം എന്താ പറയുക, നിങ്ങൾക്ക് ഇപ്പോൾ ഓക്കെയാണ് ഞാൻ പറഞ്ഞിരുന്നത്. ചെറിയ ഇപ്പം നിങ്ങളുടെ റിസ്ക് $10 ആണെങ്കിൽ ഒരു $5 കെട്ടിട്ട് നിങ്ങൾക്ക് വേണം എടുക്കാം, ഡയറക്റ്റ് എൻട്രി എടുക്കാം. ഓക്കെ, സോ അല്ലെങ്കിൽ ഡബിൾ കൺഫർമേഷൻ ഒക്കെ എടുക്കണം. ഗോൾഡിൽ അങ്ങനെ ഡബിൾ കൺഫർമേഷനൊക്കെ കിട്ടാൻ ചാൻസ് കുറവാണ്, കാരണം പെട്ടെന്ന് തന്നെ മൂവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഡിമാൻഡിൽ മാർക്കറ്റ് വർക്കായിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്ത് മുകളിലേക്ക് പോയി കാണാൻ പറ്റും, ചെറിയൊരു വിക്ക് വിട്ടിട്ടാണ് പോയത്. ഇതിപ്പം കാണാൻ പറ്റും ഇങ്ങനെയാണുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഡയറക്റ്റ് ഒരു ഡിമാൻഡിൽ നിന്ന് സപ്ലൈ നിന്ന് എൻട്രി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എൻട്രി വെച്ചതിന് ശേഷം SL കുറച്ച് താഴ്ത്തിക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കയറ്റി വെച്ചാൽ SL അടി എന്തായാലും കുറച്ചൊരു പിപ്പ്, ഒരു ഇപ്പം ഇതിപ്പോൾ എത്ര പിപ്പ് ആയിരുന്നു, ഒരു 700 പിപ്പ്, ഒരു 200 പിപ്പെങ്കിലും എക്സ്ട്രാ വെച്ച് കഴിഞ്ഞാൽ ഒരു 200-300 രൂപ എക്സ്ട്രാ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി സേഫ് ആയിരിക്കും എൻട്രി. ഓക്കെ, അപ്പോൾ ഇവിടെ എൻട്രി നിങ്ങൾ ഡയറക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പം ഒരു 1:5ൻ്റെ മുകളിലൊക്കെ റിസ്ക് റിവാർഡ് ഒരു 1:7 വരെ പോയിട്ടുണ്ട്. ഓക്കെ, സോ ഇപ്പം നിങ്ങൾ ട്രേഡ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 1:4 അടുത്ത് എന്തായാലും ഇപ്പം കിട്ടും. ഓക്കെ, ഇപ്പോഴത്തെ മാർക്കറ്റിൽ ഇന്നലെ എടുത്ത ട്രേഡ് ആയിരുന്നെങ്കിൽ. ഓക്കെ, അപ്പം ഈ ബൈ വർക്കായിരുന്നു. അപ്പോൾ നമ്മൾ സെല്ല് പറഞ്ഞ ഏരിയ എന്ന് പറയുമ്പോൾ സെല്ലും ഓൾമോസ്റ്റ് വർക്കായിരുന്നു. ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് പറഞ്ഞ സെല്ല് ഈ സപ്ലൈ ആയിരുന്നു. ഓക്കെ, ഈ സപ്ലൈയിൽ നിന്ന് സെല്ല് എടുക്കുന്നതാണ് പറഞ്ഞത്, പക്ഷേ ഈ സപ്ലൈയിൽ ഒരു കൺഫർമേഷനും മാർക്കറ്റ് തന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് എൻട്രി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇവിടെ ഡയറക്റ്റ് എൻട്രി ഞാൻ പ്ലേസ് ചെയ്തു. സോ അതിനുശേഷം ഇവിടെ SL വെച്ചു. ഓക്കെ, SL കുറച്ച് കയറ്റിക്കുന്നതാണ് സേഫ്. 1400 പിപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എൻട്രി ട്രിഗർ ആയതിനു ശേഷം എപ്പോഴും ബ്രേക്ക് ഈവൻ ആക്കണം എൻട്രി. ഓക്കെ, ടാർഗറ്റ് നിങ്ങൾക്ക് വെക്കാൻ പറ്റിയ ഈ ഒരു ഡിമാൻഡ് വരെയാണ് ഞാൻ പറഞ്ഞ ടാർഗറ്റ്. ഓക്കെ, പക്ഷേ ഇത് റിസ്ക് റോഡ് 1:2.7 ഉള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ മതി അങ്ങനെ എടുക്കാൻ പറ്റും. പക്ഷേ മാർക്കറ്റ് ഇവിടെ ടാപ്പായി താഴേക്ക് വന്നിട്ട് പിന്നെ മുകളിലേക്ക് തന്നെ തിരിച്ച് കയറി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ എൻട്രി എടുത്തതിന് ശേഷം മാർക്കറ്റ് കുറച്ച് താഴേക്ക് റൺ ആകുമ്പോൾ എൻട്രി ബ്രേക്ക് ഈവൻ ആക്കാം. അതായത് ഈ എൻട്രി പ്രൈസ് SL ആക്കി വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് ട്രേഡ് ഇതേ ഏരിയയിലേക്ക് വരുമ്പം ഇപ്പം നിങ്ങൾ എൻട്രി എടുത്തു, താഴേക്ക് വന്ന മാർക്കറ്റ്, അപ്പോൾ നിങ്ങൾ എൻട്രി എടുത്ത പ്രൈസ് SL വെക്കുക. ഓക്കെ, ഇതാണ് എൻട്രി പ്രൈസ്. ഈ 50, 66, 53 എൻട്രി പ്രൈസ് അത് SL ആക്കി വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് തിരിച്ച് ഈ ഏരിയയിലേക്ക് വരുമ്പോൾ നിങ്ങളെ SL ട്രിഗറായിട്ട് 0 ലോസിൽ ട്രേഡ് ക്ലോസ് ആവും. ഓക്കെ, സോ 0 ലോസ് ആയിരിക്കും, 0 പ്രോഫിറ്റ് ആയിരിക്കും. അതാണ് സേഫ് എൻട്രീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പം എപ്പോഴും അങ്ങനെ ചെയ്യാൻ നോക്കുക ഗോൾഡിൽ. ഓക്കെ, സോ അപ്പം പറഞ്ഞ സെല്ല് ഫെയിലായി, പക്ഷേ ബൈ ഇവിടെ വർക്കായി. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഫസ്റ്റ് കിട്ടിയ സെല്ല് തന്നെയാണ്. കാരണം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ ഒരു ഏരിയ മാർക്ക് ചെയ്യാം. ഈ ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സെല്ല് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, ഈ ലിക്വിഡിറ്റി മാർക്കറ്റ് എപ്പോഴാണ് സ്വീപ്പ് ചെയ്യുന്നത് അപ്പോൾ ഒരു സെല്ല് മൊമെൻറ്റം കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ മാർക്കറ്റിൽ അവിടെ ഒരു സെല്ല് വന്നിട്ടുണ്ടായിരുന്നു ഈ ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്ത സമയത്ത്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ മാർക്കറ്റ് ഇവിടെ വന്നു. ഇവിടെ റീസെൻറ്റ് ഹൈ ലോ എന്ന് പറയുന്നത് ഇതാണ്, കാണാൻ പറ്റും. ഇതാണ് റീസെൻറ്റ് ലോ. ഓക്കെ, സോ ഇതൊരു ലോ ആണ്.
പിന്നെ നിങ്ങൾ ഈ സെഷൻസിൽ നോക്കുമ്പം ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് ന്യൂയോർക്കാണ്. ഓക്കെ, അതും ബോഡി ക്ലോസ് ആയിട്ടില്ല, ഒരു പ്രോപ്പർ വിക്കാണുള്ളത്. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഹയർ ടൈം ഫ്രെയിമിൽ കാണിക്കാം. കാണാൻ പറ്റും വിക്കാണ്. ഓക്കെ, സോ ബോഡി ക്ലോസ് ആയിട്ടില്ല. അത് നമുക്കൊരു ഹൈ പ്രോബിലിറ്റി കൺഫർമേഷനാണ്. കാരണം ന്യൂയോർക്കിന് ഇവിടെ ബോഡി ക്ലോസ് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് അല്ലായിരുന്നു ബയേഴ്സ്. സോ ഇവിടെ സെല്ലേഴ്സാണ് ആക്റ്റീവ് ആയിട്ടുള്ളായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ അവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് 1 മിനിറ്റിൽ നോക്കുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിക്കാം, സെറ്റപ്പ് കാണിക്കാം. ഞാൻ എൻട്രി എടുത്തിട്ടില്ല, കാരണം എനിക്ക് എന്തോ ഒരു പ്രോപ്പർ എൻട്രി ആയിട്ട് തോന്നിയില്ല. അപ്പോൾ ഇവിടെ എൻട്രി നമ്മൾ നോക്കുമ്പം ഇപ്പോൾ മാർക്കറ്റ് വന്നു, ഇതല്ല മുകളിൽ. ഓക്കെ, സോ ഇവിടെ മാർക്കറ്റ് വന്നു, മാർക്കറ്റ് ഇവിടെ ടാപ്പ് ചെയ്തു, താഴേക്ക് പോയിട്ട് നമുക്കൊരു ഡിമാൻഡ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം. ഓക്കെ, അപ്പം റീസെൻ്റ് ഡിമാൻഡ് പറയുമ്പോൾ താഴെയുള്ളത് നമുക്ക് കാണാൻ പറ്റും. താഴെ എന്ന് പറയുമ്പം ഈ ഒരു ഏരിയ നമുക്കൊരു ഡിമാൻഡായിട്ട് കൂട്ടാം. ഓക്കെ, ഈ ഒരു ഏരിയ ഒരു ഡിമാൻഡായിട്ട് കൂട്ടാം. പക്ഷെ അത് ബ്രേക്ക് ആയില്ല, പകരം മാർക്കറ്റ് പിന്നെ മുകളിലേക്ക് പുഷ് ചെയ്തു. ഞാൻ ഉദ്ദേശം എന്താ വെച്ചാൽ മാർക്കറ്റ് ഫസ്റ്റ് ഹൈയിലൊന്നും ബോഡി ക്ലോസ് ആക്കാൻ പറ്റില്ല, താഴേക്ക് തന്നെ വന്നു. പിന്നെ മുകളിലേക്ക് പോയി ബോഡി ക്ലോസ് ആക്കാൻ പറ്റില്ല, താഴേക്ക് വന്നു. എന്നിട്ട് ഒരു ഡിമാൻഡ് വെച്ചു. ഇതൊരു പ്രോപ്പർ ഡിമാൻഡ് അല്ല, എന്നാൽ കൂടെ ഒരു റീസെൻറ്റ് പുൾ ബാക്കാണ്. ഈ പുൾ ബാക്ക് മാർക്കറ്റ് എന്ത് ചെയ്തു, പുൾ ബാക്ക് വെച്ചതിന് ശേഷം മാർക്കറ്റ് പിന്നെ മുകളിലേക്ക് പോയിട്ട് വീണ്ടും ബോഡി ക്ലോസ് ആക്കാൻ പറ്റാതെ താഴേക്ക് വന്നിട്ട് പുൾ ബാക്ക് ഇവിടെ ബോഡി ക്ലോസ് ആയി. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ലോ ടൈം ഫ്രെയിമിൽ താഴേക്ക് പോകുന്നതായി കൺഫർമേഷൻ കിട്ടി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ഇവിടെ എൻ്റർ ആവും. ഈ ഒരു ഏരിയ എന്താ പറയുക സ്വീപ്പ് ചെയ്ത് അല്ലെങ്കിൽ ബോഡി ക്ലോസ് ആക്കിയതിന് ശേഷം ഡയറക്റ്റ് എൻട്രി എടുക്കായിരുന്നെങ്കിൽ നിങ്ങൾ ടാർഗറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ പറഞ്ഞ ഡിമാൻഡാണ്. ഫസ്റ്റ് ടാർഗറ്റ് എപ്പോഴും ആ ഡിമാൻഡാണ്. ആ ഡിമാൻഡ് പെൻഡിങ് ആയിരുന്നു. ഏഷ്യ ലോ ഉണ്ട്, ലിക്വിഡിറ്റി ഉണ്ട്. ഓക്കെ, സോ ഇതിപ്പോൾ എടുത്തിരുന്ന 1:7 എടുത്ത് നിങ്ങൾക്ക് റിസ്ക് റിവാർഡ് കിട്ടുമായിരുന്നു. ഓക്കെ, ആ എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ എടുത്തിട്ടില്ല, എനിക്ക് മിസ്സായി. ഓക്കെ, സോ പിന്നെ നിങ്ങൾക്ക് അതേ ഏരിയയിൽ എൻട്രി വരുന്നത് വെച്ചാൽ വേറെ എൻട്രി വന്നതെന്ന് വെച്ചാൽ നമുക്ക് ലോ ടൈം ഫ്രെയിമിൽ പോകണം. 5 മിനിറ്റ് എടുക്കാം. സോ 5 മിനിറ്റിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും വീണ്ടും ഒരു ഡിമാൻഡ് ഉണ്ട്. ഫസ്റ്റ് ഇവിടെ ഈ ഒരു ഡിമാൻഡാണ് ബ്രേക്ക് ആയത്. ഇവിടെ ഒരു സപ്ലൈ കാണാൻ പറ്റും. ഈ സപ്ലൈ മാർക്കറ്റ് ടാപ്പ് ആയിട്ടുണ്ട് വെച്ചാൽ ഓക്കെ, ചെറുതായിട്ട് ടാപ്പ് ആയിട്ടുണ്ട്, കാണാൻ പറ്റും. ഈ ഒരു ഏരിയ ടാപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, സോ കാണാൻ പറ്റും. ഓക്കെ, ഈ ഏരിയ ടാപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സെല്ല് ഡയറക്റ്റ് എടുക്കാം, കാരണം ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച സപ്ലൈ ആണ്. അപ്പോൾ ഇവിടെ സെല്ല് എടുക്കുന്നതിൻ്റെ റിസ്ക് ഒന്നുമില്ല, കാരണം ഓൾറെഡി സെല്ല് കൺഫേം ചെയ്തു. എസ് ഒന്ന് ഈ ഇതിന് മുകളിൽ വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി സേഫായിട്ട് വെക്കണമെങ്കിൽ മുകളിലേക്ക് കയറ്റി വെക്കാം. മുകളിലേക്ക് കയറ്റി വെക്കുമ്പോൾ 2000 പിപ്പൊക്കെ വരും. ഇവിടെ വെക്കണമെങ്കിൽ 1900 പിപ്പേ വരുള്ളൂ. സോ ഇതെടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് 1:, ഓൾമോസ്റ്റ് ഒരു 1:4 മുകളിൽ കിട്ടുമായിരുന്നു. ഒരു 1:5 അടുത്ത് നിങ്ങൾക്ക് റിസ്ക് റിവാർഡ് കിട്ടുമായിരുന്നു ഇവിടെ സെല്ല് എടുത്തിരുന്നെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും സെറ്റപ്പായിരുന്നു മാർക്കറ്റിൽ ഇന്നലെ ഉണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞ 2 ഏജ് മാർക്കറ്റ് റിയാക്ട് ചെയ്തിട്ട് നമുക്കൊരു പ്രോപ്പർ ബൈയും സെല്ലും തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാർക്കറ്റ് ചെക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് എൻട്രി മിസ്സായിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു എൻട്രി കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, സോ ഇന്നലെ 3 എൻട്രി സെറ്റപ്പ് ഉണ്ടായിരുന്നു മാർക്കറ്റിൽ. ഒന്ന് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ സെല്ല് ഡയറക്റ്റ് സ്വീപ്പ് ചെയ്തു, ലിക്വിഡിറ്റി എടുത്തു, ഫസ്റ്റ് ഡിമാൻഡ് ബ്രേക്ക് ചെയ്തു, ഡയറക്റ്റ് എൻട്രി ഒരു 1:7 അടുത്ത് റിസ്ക് റിവാർഡ് ഉണ്ടായിരുന്നു, താഴെ ഡിമാൻഡ് വരെ. ഓക്കെ, ഈ ഡിമാൻഡ് ടാപ്പായ സ്ഥിതിക്ക് നമുക്ക് അടുത്ത് ബൈ നോക്കണം. ഇവിടുന്ന് ഡയറക്റ്റ് ഇൻകം നമുക്ക് ബൈ അടിക്കായിരുന്നു, വേറെ കൺഫർമേഷൻ ഇല്ല, ഡയറക്റ്റ് ബൈ അടിക്കണം. ഓക്കെ, പിന്നുള്ളൊരു കൺഫർമേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, മീൻസ് മാർക്കറ്റ് ഈ ഒരു ഡിമാൻഡ്, ഓക്കെ, ഈ ഒരു ഡിമാൻഡ് ടാപ്പ് ചെയ്തു, മുകളിൽ ബോഡി വിക്കാണ്, ബോഡി ക്ലോസ് ആയില്ല. ബോഡി ക്ലോസ് ആവുന്നില്ലാന്ന് മീൻസ് അവിടെ ബയ്യേഴ്സ് ആക്റ്റീവ് ആണെന്നാണ്, സെല്ലേഴ്സ് വീക്ക് എന്നാണ്. ഓക്കെ, സോ മുകളിലേക്ക് പോയി. അതിനുശേഷം ഈ ഒരു സിംഗിൾ ക്യാൻഡിലെ ഹൈ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ മാർക്കറ്റ് എന്ത് ചെയ്യണം, ബോഡി ക്ലോസ് ചെയ്യണം ഫസ്റ്റ്. ഓക്കെ, അവിടെ ബോഡി ക്ലോസ് ചെയ്ത് താഴെ ഡിമാൻഡ്സ് നമ്മൾ ഫൈൻഡ് ചെയ്യണം. ഇതിലിപ്പോൾ ഡിമാൻഡ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു പ്രോപ്പർ ഡിമാൻഡ് ആയിട്ടില്ല. ഓക്കെ, ലൈക്ക് ലിക്വിഡിറ്റി പോലെയാണ് ഇവിടെ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തത്. ഇപ്പം കൺഫർമേഷൻ എൻട്രി നിങ്ങൾക്ക് ഇവിടെ ഇല്ല ബൈ. ഓക്കെ, സോ സ്റ്റിൽ മാർക്കറ്റ് സെല്ലിൽ തന്നെയാണുള്ളത്. സോ അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് എൻട്രി എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ കാര്യം ഉണ്ടായിരുന്നുള്ളൂ, കൺഫർമേഷൻ എൻട്രി ഇല്ലായിരുന്നു. ഓക്കെ, ന്യൂയോർക്കിൽ. അതിനുശേഷം ഇവിടെ നമുക്ക് ഫസ്റ്റ് ഒരു സെൽ സെറ്റപ്പ് കിട്ടി, ഒരു ബൈ സെറ്റപ്പ് കിട്ടി, മുകളിൽ പിന്നെ ഒരു സെൽ സെറ്റപ്പ് കിട്ടി. ഓക്കെ, ഈ കൺഫർമേഷൻ ഈ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിൻ്റെ ലോ ഡിമാൻഡ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു, താഴെ വന്നു, മുകളിലേക്ക് വന്നു, ഈ ഡിമാൻഡ് സപ്ലൈ ടാപ്പ് ചെയ്ത് മാർക്കറ്റ് പിന്നെ താഴേക്ക് പോയി. സോ അങ്ങനെ 3 സെറ്റപ്പ് ഓപ്ഷൻ ഇതിൽ ഉണ്ടായിരുന്നു. ഇനി അടുത്ത സെറ്റപ്പ് നോക്കാം എന്തായിരിക്കും മാർക്കറ്റിൽ നടക്കുക. നമ്മൾ 4 അവർ എടുക്കണമെങ്കിൽ കാണാൻ പറ്റും. ഈ 4 അവറിൽ ഏകദേശം ഈ 2 ലോ മീൻസ് 2 4 അവർ ലോയും ഇവിടെ പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ 1 ഡേ എടുക്കുകയാണെങ്കിൽ ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഈ ഡെയിലി ക്യാൻഡിലാണ് ഓപ്പോസിറ്റുള്ള കംപ്ലീറ്റ് ലിക്വിഡിറ്റിയും സ്വീപ്പ് ചെയ്തത്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ നോക്കുമ്പം മാർക്കറ്റ് സെല്ലാവാനാണ് ചാൻസ് കൂടുതൽ കാണുന്നത്. ഇപ്പോൾ ലോ ടൈം ഫ്രെയിം ആണെങ്കിലും ഹൈ ടൈം ഫ്രെയിം ആണെങ്കിലും ഒരു ചെറിയ സെൽ മൊമെൻറ്റം കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ഇത് നമുക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു എക്സ്ട്രീം ബൈ എന്ന് പറയുന്നത് ഈ ലിക്വിഡിറ്റിക്ക് താഴെയാണ്. അതായത് മാർക്കറ്റ് ഈ ഒരു ഡിമാൻഡിൽ വരുമ്പോഴാണ് നമുക്കൊരു എക്സ്ട്രീം ബൈ നോക്കാൻ പറ്റുക. ഇവിടുന്ന് ബൈ ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് മുകളിലുള്ള സപ്ലൈ
ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, ഈ സപ്ലൈ ടാർഗറ്റ് ചെയ്യാം ഇവിടുന്ന് ബൈ കിട്ടുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ സപ്ലൈ നിങ്ങൾ ഡിമാൻഡ് എല്ലാവരും മാർക്ക് ചെയ്ത് വെക്കുക. ഒരു 49-57 റേഞ്ച് വരുന്നൊരു ഡിമാൻഡ് ഉണ്ട്. സോ ചെക്ക് ചെയ്ത് വെക്കുക. പ്രോപ്പർ ലിക്വിഡിറ്റി ഉണ്ട്. കാരണം ഈ ലോൻ്റെ ഉള്ളിലാണ് കംപ്ലീറ്റ് ലിക്വിഡിറ്റി, ഈ ലോൻ്റെ ഉള്ളിലാണ് കംപ്ലീറ്റ് ലിക്വിഡിറ്റി വരുന്നത്, ബയേഴ്സിൻ്റെ സെൽ സൈഡ് ലിക്വിഡിറ്റി. ഓക്കെ, സോ അപ്പോൾ അത് മാർക്കറ്റ് എടുക്കേണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ലോ ടൈം ഫ്രെയിം നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് മാർക്കറ്റ് ഓൾറെഡി മുകളിലുള്ള ഈ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. ഇനി മാർക്കറ്റ് സെൽ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യണം. സോ സെൽ സൈഡ് ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ മൊത്തം ലിക്വിഡിറ്റിയാണ്, കാണാൻ പറ്റും. ഇതൊരു ട്രെൻഡായിട്ട് വരച്ചാൽ പോലും ഇത് കംപ്ലീറ്റ് ലിക്വിഡിറ്റിയാണ്. ഓക്കെ, സോ താഴേക്ക് വരാനാണ് കൂടുതൽ പോസിബിലിറ്റി കാണുന്നത്. ഇതിൽ നമുക്കിപ്പോൾ സെല്ല് നോക്കാൻ എന്ന് പറയുമ്പോൾ ബൈ ഞാൻ നോക്കിയിട്ട് ഒരു പ്രോപ്പർ സെറ്റപ്പ് കാണുന്നില്ല. ഓക്കെ, മാർക്കറ്റ് ഈ ലോ എടുക്കുമെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. ഇപ്പോഴത്തെ വോളിയം വെച്ചിട്ട് ഈ ഒരു ലോ എടുക്കാനാണ് ചാൻസ് കാണുന്നത്. അപ്പോൾ നമുക്ക് സെല്ല് നോക്കാൻ നമുക്ക് 5 മിനിറ്റ് എടുക്കാം. 5 മിനിറ്റിൽ കാണാൻ പറ്റും ഒരു ഫുൾ ക്യാൻഡിലുണ്ട്. ഓക്കെ, സോ ടോപ്പിൽ ഒരു ഫുള്ളായിട്ടൊരു ക്യാൻഡിൽ കാണാൻ പറ്റും. ഈ ക്യാൻഡിൽ വരുമ്പോൾ നിങ്ങളൊരു കൺഫർമേഷൻ നോക്കുക. ഒരു സിംഗിൾ കൺഫർമേഷനോ ഡബിൾ കൺഫർമേഷനോ നോക്കി സെല്ല് കിട്ടുമെന്ന് ആദ്യം കൺഫേം ചെയ്യുക. ഓക്കെ, സോ ഇവിടെ ഇങ്ങനൊരു ക്യാൻഡിലാണ് വരുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ സെല്ല് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഒരു സെല്ലും ഇവിടെ നിലവിൽ അവൈലബിൾ അല്ല. ഓക്കെ, സോ ബാക്കി സെൽ നോക്കാനുള്ളൊരു ഏരിയ ഒന്നും മാർക്കറ്റിൽ ഇപ്പോൾ ഇല്ല. ഓക്കെ, ഈ സപ്ലൈ ബ്രേക്ക് ആവുകയാണെങ്കിൽ കൂടുതൽ പോസിബിലിറ്റി, അതായത് ഈ സപ്ലൈ ബ്രേക്ക് ആവുകയാണെങ്കിൽ കൂടുതൽ പോസിബിലിറ്റി മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോകും. ഓക്കെ, ടോപ്പിലേക്ക് തന്നെ പോകും. ഈ സപ്ലൈ വർക്ക് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹൈ വരെ സെല്ല് നോക്കാം. അതായത് ഇതാണ് ഹൈ. അപ്പം മാർക്കറ്റ് ഇവിടെ ഒരു കൺഫർമേഷൻ തരികയാണെങ്കിൽ ഇവിടെ നമുക്ക് സെല്ല് നോക്കാം. ചിലപ്പോൾ ഇത് കൺഫർമേഷൻ ഉണ്ടാവില്ല, ചിലപ്പോൾ മുകളിലേക്ക് തന്നെ പോകും. ഇവിടെ ചിലപ്പോൾ കൺഫർമേഷൻ തരാം, ചിലപ്പോൾ എന്നിട്ട് ഇവിടെ ചിലപ്പോൾ താഴേക്ക് പോകും. ഓക്കെ, സോ ഇങ്ങനൊരു സെറ്റപ്പാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ സെല്ല് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ടാർഗറ്റ് ഈ ലോ വരെ വെക്കാം. ഈ ലോ വെച്ചിട്ട് എക്സിറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ ബൈ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഈ ലിക്വിഡിറ്റി മാർക്കറ്റ് എടുക്കുന്നതിൻ്റെ വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ ബെറ്റർ ഈ ലിക്വിഡിറ്റി എടുക്കേണ്ടതാണ്. ഇവിടെ നിന്നൊരു ബൈ നോക്കുന്നതെങ്കിൽ ഏറ്റവും നല്ലത്. ഓക്കെ, അല്ലാതെ ഉള്ളിൽ പോയിട്ട് ബൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ എസ് എൽ എടുക്കാൻ ചാൻസ് കൂടുതലാണ്. നിങ്ങൾക്ക് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ബൈ ചെയ്യാം. ഞാൻ നോക്കിയിട്ട് എൻ്റെ സെറ്റപ്പിൽ എനിക്ക് ഇവിടെ ഒരു ഡിമാൻഡ് പ്രോപ്പറായിട്ട് കാണുന്നില്ല. ഓക്കെ, ഒരു പ്രോപ്പർ ഡിമാൻഡ് മാർക്കറ്റ് ഇല്ല. എല്ലാ മാർക്കറ്റ് ഫില്ല് ചെയ്താണ് പോയത്. കംപ്ലീറ്റ് ഡിമാൻഡ് മാർക്കറ്റ് ഫില്ല് ചെയ്താണ് പോകുന്നത്. എന്നിട്ട് മാർക്കറ്റിന് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഹൈയിലേക്ക് എത്താൻ സാധിക്കുന്നില്ല, ഒരു പ്രോപ്പറായിട്ട് ബോഡി ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് സെല്ലാവാനാണ് ചാൻസ് കാണുന്നത്. അപ്പോൾ എന്തായാലും സെല്ല് എക്സ്പെക്റ്റ് ചെയ്യുക. ഓക്കെ, സോ സെല്ല് എക്സ്പെക്റ്റ് ചെയ്തിട്ട് എൻട്രി നോക്കുക. ബൈ ഞാൻ പറഞ്ഞ ഏരിയ വരെ വെയിറ്റ് ചെയ്യുക, അതായിരിക്കും ബെറ്റർ. ഓക്കെ, സോ അപ്പോൾ ഇതാണ് ഗോൾഡിൻ്റെ ഇന്നത്തെ മൂവ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ബാക്കി അപ്ഡേറ്റ് ഇന്നത്തെ മൂവ് നമ്മൾ നോക്കി നാളെ നമ്മൾ ഷെയർ ചെയ്യാം. ഓക്കെ, സോ യൂറോ USD നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ ഏരിയ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ലോ ടൈം ഫ്രെയിം കാണിച്ചു തരാം. നമ്മൾ പറഞ്ഞ 2 ഏരിയ 5 മിനിറ്റ് എടുക്കാം. ഓക്കെ, സോ 5 മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റും. ഇവിടെ ഇട്ട് 5 മിനിറ്റും അല്ല 3 മിനിറ്റ് ആണെന്ന് തോന്നുന്നു ഒരു ഡിമാൻഡ് നമ്മൾ മാർക്ക് ചെയ്ത് തന്നായിരുന്നു. ഓക്കെ, ഈ ഒരു ഡിമാൻഡ്. ഓക്കെ, സോ നിങ്ങൾ ഈ കാണുന്ന ഈ ഡിമാൻഡിൽ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു സെൽ സെറ്റപ്പ് കിട്ടും എന്ന്, അല്ലെങ്കിൽ സെൽ സെറ്റപ്പിനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അതേപോലെ തന്നെ അവിടെ സെല്ലായി. പക്ഷേ ഈ ഡിമാൻഡ് ജസ്റ്റ് ഒന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടാണ് സെല്ലായത്. ഓക്കെ, പക്ഷേ ഇതിൻ്റെ മുകളിൽ മാർക്കറ്റ് പോയിട്ടില്ല. ഈ ഒരു ഹൈൻ്റെ മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടില്ല. ഇതിനുള്ളിൽ തന്നെയാണ് സെല്ല് വന്നത്. പക്ഷേ ഈ എൻട്രി ഞാൻ എടുത്തിട്ടില്ല, കാരണം എനിക്കിതിൽ എൻട്രി എടുക്കാനൊരു പ്രോപ്പർ സെറ്റപ്പ് ഇല്ലായിരുന്നു. ഒന്ന് ഡയറക്റ്റ് എൻട്രി എടുക്കാമായിരുന്നു ഈ ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്തതിന് ശേഷം. കാണാൻ പറ്റും നിങ്ങൾക്ക് ഈ ലിക്വിഡിറ്റി മാർക്കറ്റോടെ സ്വീപ്പ് ചെയ്തു, ബോഡി ക്ലോസ് ആയില്ല, വിക്ക് മാത്രമേ ഉള്ളൂ, താഴേക്ക് പോയി മാർക്കറ്റ്. ഓക്കെ, സോ ഞാൻ എൻട്രി അവോയ്ഡ് ചെയ്തു, കാരണം എൻ്റെ പ്രോപ്പർ സെറ്റപ്പ് അവിടെ വന്നില്ല. അതുകൊണ്ട് മാർക്കറ്റ് താഴേക്ക് പോകുന്ന എനിക്കറിയുന്നത് താഴേക്ക് പോകുന്നു. ഇന്നലെ ന്യൂസ് ഉണ്ടായിരുന്നു, NFP ന്യൂസ് ഉണ്ടായിരുന്നു. സോ 3 ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ന്യൂസിൻ്റെ ഇമ്പാക്റ്റാണ് സെല്ലായത്. ഓക്കെ, സോ ഈ സെയിം എൻട്രി ഞാൻ AUD USD എടുത്തായിരുന്നു, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് നമ്മൾ യൂറോയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന മൂവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഡിമാൻഡ് കാണാൻ പറ്റും. ഈ ഡിമാൻഡ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ മാർക്ക് ചെയ്ത ഡിമാൻഡ് തന്നെയാണ്. ഈ ഡിമാൻഡിൽ വന്നാൽ ബൈ നോക്കാമെന്ന് പറഞ്ഞിട്ട്, പക്ഷേ ഡിമാൻഡ് മൊത്തത്തിൽ ഇപ്പോൾ 2 അവർ ഡിമാൻഡാണ് കാണിക്കുന്നത്. ഈ 2 അവർ ഡിമാൻഡ് പ്രോപ്പറായിട്ട് മാർക്കറ്റ് ടാപ്പ് ആയിട്ടില്ല. ഓക്കെ, സോ അല്ലാതെ തന്നെ മാർക്കറ്റ് മുകളിലേക്ക് പോയി. സോ നമ്മളത് ലോ ടൈം ഫ്രെയിം നോക്കിയാലും നമുക്കിതിൽ ഒരു ഹിഡൻ സപ്ലൈയും കാണുന്നില്ല. ഓക്കെ, സോ ഇവിടെ ഒരു ഡിമാൻഡ് ഉണ്ട്. സോ ഇതൊക്കെ ഇതിനുള്ളിൽ വരുന്ന ഡിമാൻഡ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ടാപ്പ് ആയിട്ടില്ല. അപ്പം പിന്നുള്ള ഒരു ഡിമാൻഡ് പറഞ്ഞാൽ ഇതാണ്. പക്ഷേ ഇതൊന്നും പ്രോപ്പർ ഡിമാൻഡ് അല്ല. ഈ ഒരു ഏരിയ നമുക്ക് നോക്കാം. ഇത് നോക്കിയാൽ പോലും മാർക്കറ്റ് ഓക്കെ ഇതിനുള്ളിൽ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോൾ ടാപ്പ് ആയത്, ഈ ഒരു ഏരിയ. ഓക്കെ, സോ ഈ ഒരു ഹിഡൻ ഡിമാൻഡിനുള്ളിലാണ് മാർക്കറ്റ് ഇപ്പോൾ ടാപ്പ് ആയിട്ട് മുകളിലേക്ക് പോയത്. സോ അതൊരു വിക്കായിരുന്നു. ആ ന്യൂസിൻ്റെ എഫക്റ്റിൽ മാർക്കറ്റ് മുകളിലേക്ക് പോയതാണ്. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് തിരിച്ച് കയറുന്നത്. ഇപ്പോൾ ഈ ഒരു സെല്ല് ഇവിടെ സെല്ല് എനിക്ക് കിട്ടിയായിരുന്നു. ഏഷ്യൻ സെക്ഷനിൽ കിട്ടിയ സെല്ലാണ്. ഞങ്ങൾക്ക് സെഷൻസ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഏഷ്യൻ്റെ ഹൈ ആണ് ഈ മുകളിൽ കാണുന്നത്. ഓക്കെ, ഇതാണ് ഏഷ്യ ഹൈ. സോ മാർക്കറ്റ് സെല്ലാവാനാണ് ചാൻസ് കാണുന്നത്. ചിലപ്പോൾ അതിൻ്റെ മുന്നിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഏഷ്യ ഹൈ എടുക്കാനുള്ള ഒരു മൂവ് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതായത് മാർക്കറ്റ് ഇവിടെ മുകളിലേക്ക് ലണ്ടനിൽ മേ ബി ഒന്ന് റിയാക്ട് ചെയ്യാം മുകളിലേക്ക്. ഓക്കെ, എന്നിട്ട് ഈ ഒരു ഏഷ്യ ലോ എടുത്തിട്ട് മാർക്കറ്റ് പിന്നെ താഴേക്ക് വരാൻ ചാൻസ് കാണുന്നുണ്ട്. കാരണം മാർക്കറ്റ് ഇപ്പോൾ പ്രോപ്പറായിട്ടൊരു ഡിമാൻഡിൽ വർക്കായിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ഡിമാൻഡിലേക്ക് വരാൻ വേണ്ടി സെല്ലാവേണ്ടതാണ്. ഓക്കെ, ഇപ്പോൾ സെല്ല് ഏരിയ നോക്കുമ്പം നമുക്ക് സെഷൻസ് ഓഫ് ചെയ്യാം.
അപ്പോൾ എനിക്ക് കിട്ടിയ സെല്ല് ഞാൻ കാണിച്ചിടാം. ഇത് ഏഷ്യയിലാണ് വർക്കായത്. ഈ രണ്ട് വന്നത് ഞാൻ 1 മിനിറ്റ് എടുക്കാം. 1 മിനിറ്റിൽ കാണാൻ പറ്റും മാർക്കറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തായിരുന്നു. ഇതാണ് ഏഷ്യ ക്രിയേറ്റ് ചെയ്ത ലിക്വിഡിറ്റി. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ ഒരു ഡിമാൻഡ് ഞാൻ നോക്കി ബൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ബ്രേക്ക് ചെയ്ത് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തു, പക്ഷേ അത് വിക്കാണ്, ബോഡി അല്ല. പിന്നെ ഇവിടെ ബോഡി ക്ലോസ് ചെയ്തു, ഈ ഏരിയ ബോഡി ക്ലോസ് ചെയ്തു. അതിനുശേഷം ഇവിടെ ഒറ്റ ഡിമാൻഡ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഡിമാൻഡ് ഞാൻ റിയാക്ഷൻ നോക്കി ഇവിടെ ബൈ കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഡിമാൻഡ്. ഓക്കെ, സോ ഡിമാൻഡിൽ മാർക്കറ്റ് വന്നു, നേരെ ഫസ്റ്റ് തന്നെ വന്ന് മാർക്കറ്റ് ഡിമാൻഡ് ബ്രേക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ തന്നെ എൻ്റർ അവിടെ ഫെയിലായി. ഇനി അവിടെ എൻ്റർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല, കാരണം ഡിമാൻഡ് ഓൾറെഡി ഫെയിലായി. ഓക്കെ, അപ്പോൾ ഈ ബൈ നോക്കുന്നതിൽ യാതൊരു യൂസും ഇല്ല. അപ്പോൾ ഞാൻ സെല്ല് നോക്കി മീൻസ് ഫസ്റ്റ് ഓഫ് ഓൾ മാർക്കറ്റ് ഒരു ഹൈ വെച്ചു, ലോ വെച്ചു, ഈ ഒരു ഹൈ ഇവിടെ ബ്രേക്കായി, മുകളിലും കാണാൻ പറ്റും ഈ ഒരു ഹൈ ബ്രേക്കായി. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹൈ ബ്രേക്ക് ആകുമ്പോൾ മാത്രമേ ഈ ലോ വാലിഡ് ആവുള്ളൂ. സോ ഈ ഒരു ഹൈ ബ്രേക്ക് ആകാൻ കാരണം ഈ ഒരു ലോ ആണ്. സോ അപ്പോൾ ഈ ലോ മാർക്കറ്റ് ഡിമാൻഡ് മാർക്കറ്റ് ഫസ്റ്റ് ബ്രേക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ സെല്ല് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അല്ലെങ്കിൽ നമുക്ക് സെല്ല് വർക്കാവില്ല. അപ്പോൾ ഈ ഒരു ഇത് ബ്രേക്ക് ചെയ്തു. ഫസ്റ്റ് ഓഫ് ഓൾ മാർക്കറ്റ് ഈ ഒരു ഏരിയ ഇവിടെ ഡിമാൻഡ് ഉണ്ട്, ഇവിടെ ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഡിമാൻഡാണ് എടുത്ത് ഈ ഡിമാൻഡിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്യാൻ വെയിറ്റ് ചെയ്തു. അങ്ങനെ മാർക്കറ്റ് ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടുത്തെ റിയാക്ഷൻ നോക്കി. ഓക്കെ, സോ കാണാൻ പറ്റും ടാപ്പ് ചെയ്തു, കംപ്ലീറ്റ് സെൽ മൊമെൻ്റാണ് കാണിക്കുന്നത്. ഒരു ബൈസ് വീക്കായിട്ട് കണ്ടു. ഞാൻ ഡയറക്റ്റ് ഇവിടുന്ന് മാർക്കറ്റ് ഓർഡറിൽ എൻട്രി എടുക്കാൻ വിചാരിച്ചു, പക്ഷേ ഞാനത് എടുത്തില്ല, എൻട്രി ഇട്ട് വെച്ചു. ഓക്കെ, ഇവിടെ ഡയറക്റ്റ് എൻട്രി ഇട്ടു, പക്ഷേ ഞാനത് എടുത്തില്ല. ഓക്കെ, റിയലായിട്ട് എടുത്തില്ല, ഫണ്ട് വെച്ച് എടുത്തില്ല. പക്ഷേ എൻട്രി ഞാൻ ടാർഗറ്റ് ചെയ്ത ഏരിയയാണ്, ഏകദേശം 1:5 മോഡുണ്ടായിരുന്നു. ഓക്കെ, സോ ഞാനതിൽ എടുത്തില്ല, മിസ്സായി. അങ്ങനെ ഒരുപാട് എൻട്രി നമുക്ക് മിസ്സാവും. ഓക്കെ, എല്ലാ എൻട്രി ചാലപ്പുറം എടുക്കാൻ പറ്റില്ല, നമ്മൾ റൂളിന് അഗേൻസ്റ്റാണ്. അതായത് ഇപ്പം ഞാൻ ഡെയിലി ഒരു സമയത്ത് 1-2 എൻട്രി എടുക്കുള്ളൂ. അല്ലാതെ ഇപ്പം നമുക്കൊരു 5 പേരിൽ എൻട്രി വെച്ചാൽ 5 പേരിലും പോയിട്ട് എൻട്രി എടുക്കരുത്. ഓക്കെ, നമുക്ക് ഹൈ പ്രോബിലിറ്റി ഉള്ള 2-3 എൻട്രി മാത്രം എടുത്താൽ മതി ഒരേ സമയത്ത്. മാക്സിമം ഞാൻ 2 എടുക്കാറുള്ളൂ. സോ അങ്ങനെ എടുക്കാനാണ് സേഫ്. അങ്ങനെ നമ്മൾ ഒരുപാട് എൻട്രി ഒരേ സമയത്ത് എടുക്കുകയാണെങ്കിൽ ആ എല്ലാ അനാലിസിസും തെറ്റാണെങ്കിൽ നമുക്ക് 5-6 SL ഒറ്റയടിക്ക് അടിക്കും. ഓക്കെ, സോ അതെൻ്റെ റൂളിന് അഗെയിൻസ്റ്റ് ആണ്, അവിടെ ഞാൻ അങ്ങനെ എടുക്കാറില്ല. സോ നല്ല എൻട്രി ആയിരുന്നു. ഓക്കെ, ഇത് ഏകദേശം 1:5 അടുത്ത് കിട്ടി. ഓക്കെ, അത് ഏഷ്യയിൽ വന്ന എൻട്രിയാണ്. അപ്പോൾ നമുക്ക് ഏഷ്യൻ ഹൈ ഇപ്പോൾ വരുന്ന മുകളിലാണ്. സോ നിലവിൽ ഇതാണ് ഏഷ്യ ഹൈ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഏഷ്യ ഹൈ ഉണ്ട്. സോ ഏഷ്യ ലോ നോക്കുകയാണെങ്കിൽ ഓൾറെഡി ഏഷ്യ ലോ മാർക്കറ്റ് എടുത്തു. ഓക്കെ, സോ അപ്പോൾ ഏഷ്യ ലോ എടുത്തു. ഇനിയിപ്പം മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സ് ആവാമെന്ന് അറിയില്ല. ഇപ്പം മാർക്കറ്റ് ഉള്ള ഏരിയ പറഞ്ഞാൽ ഒരു ഡിമാൻഡ് ഏരിയയിലാണുള്ളത്. ഇവിടെ നമ്മൾ 1 മിനിറ്റ് 3 മിനിറ്റ് നോക്കുമ്പം മാർക്കറ്റ് ഇവിടെ ആയിട്ടൊരു സപ്ലൈ ബ്രേക്ക് ചെയ്തു. അപ്പം നിങ്ങൾക്ക് ചോദിക്കാം ഇവിടെ ബൈ ചെയ്യാൻ പറ്റുമെന്ന്. അതായത് ഇവിടെ ഒരു ഡിമാൻഡ് ഉണ്ട്, അല്ലെങ്കിൽ ഇതൊരു ഡിമാൻഡാണ്, ഇവിടെ നിന്ന് ബൈ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം. പക്ഷേ എൻ്റെ ഒരു ഊഹം വെച്ച് ഇത് ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട്. മീൻസ് മാർക്കറ്റ് ഇപ്പോൾ ഡിമാൻഡ് വെച്ച് ഈ മാർക്കറ്റ് ഫെയിലായി, പിന്നെയും ഒന്ന് എക്സ്ട്രീമിലേക്ക് താഴേക്ക് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലണ്ടൻ ഓപ്പൺ ആവുന്നത് വെയിറ്റ് ചെയ്യുന്നതാണ് ബെറ്റർ. കാരണം ലണ്ടൻ ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾക്കൊരു കറക്റ്റ് മൂവ് കിട്ടേണ്ടതാണ്. ഓക്കെ, മേ ബി ഈ ഡിമാൻഡ് തന്നെ വർക്കാവാം. അപ്പോൾ ഒന്നുകൂടെ മാർക്കറ്റ് താഴേക്ക് വന്നിട്ട് ഇവിടുന്ന് ചിലപ്പോൾ ഒന്നുകൂടെ മുകളിലേക്ക് റിയാക്ഷൻ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ലണ്ടനിൽ. ഓക്കെ, സോ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എൻട്രി. ഈ എൻട്രി ഒഴിവാക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ഇപ്പോൾ ഓൾറെഡി സെഷൻസിലല്ല മാർക്കറ്റ് റൺ ആവുന്നത്, അതുകൊണ്ട് സേഫ് അല്ല. ഞാൻ എന്തായാലും എടുക്കുന്നില്ല. ഞാൻ കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് ലണ്ടൻ ഓപ്പൺ ആയിട്ട് ഒരു കൺഫർമേഷൻ കിട്ടണം മാത്രമേ എടുക്കുന്നുള്ളൂ എൻട്രി. ഓക്കെ, സോ ഇപ്പോൾ ഡിമാൻഡാണ് മാർക്കറ്റ് ഉള്ളത്. പിന്നെ താഴെയായിട്ടൊരു പ്രോപ്പർ ഡിമാൻഡ് ഇല്ല. ഓക്കെ, മാർക്കറ്റ് ഇവിടെ നിന്ന് ഫെയിൽ ആവുകയാണെങ്കിൽ ഇപ്പോൾ സെല്ല് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പം ഇതിൽ സെല്ല് എന്നൊരു ഓപ്ഷൻ 5 മിനിറ്റ് നോക്കേണ്ടി വരും. 5 മിനിറ്റിൽ പ്രോപ്പറായിട്ടൊരു സപ്ലൈ ഇല്ല. ഓക്കെ, സോ ഇവിടെ സപ്ലൈ ഉണ്ട്, പക്ഷേ ഇത് പ്രോപ്പറല്ല. ഓക്കെ, സോ ഇപ്പോൾ മാർക്കറ്റ് വരികയാണെങ്കിൽ തന്നെ ഒന്നെങ്കിൽ ഇവിടെ നിന്ന് റിയാക്ഷൻ വന്നിട്ട് സെല്ലാവാം, അല്ലെങ്കിൽ മാർക്കറ്റ് ഡയറക്റ്റ് മുകളിലേക്ക് വിട്ട് ഏഷ്യൻ്റെ ഹൈ എടുക്കാം. ലണ്ടൻ മാർക്കറ്റ് ഓപ്പൺ ആവുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു സെല്ല് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ടോപ്പിൽ ഒരു സപ്ലൈ ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു സപ്ലൈ കാണാൻ പറ്റും നിങ്ങൾക്ക്. സോ ഇതൊരു സപ്ലൈ ആണ്. പിന്നെ നമ്മൾ 2 ദിവസമായിട്ട് പറയുന്ന 3 സപ്ലൈസ്. ഓക്കെ, ഈ 3 സപ്ലൈ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറയുന്നതാണ്. ഒന്ന് ഈ സപ്ലൈ, പിന്നെ മുകളിൽ വേറെ സപ്ലൈ ഉണ്ട്, 3 സപ്ലൈ. ഓക്കെ, ഈ 3 സപ്ലൈയിലും ഡബിൾ കൺഫർമേഷൻ നോക്കി സെല്ലടിക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ ഇതുവരെ മാർക്കറ്റ് അങ്ങോട്ട് വന്നിട്ടില്ല. ഓക്കെ, സോ വരുമ്പോൾ നിങ്ങൾ സെല്ലടിക്കുക അവിടെ വന്നതിന് ശേഷം. അപ്പോൾ നിങ്ങൾക്കൊരു പ്രോപ്പർ ബൈ എന്ന് പറഞ്ഞാൽ താഴെ ഡിമാൻഡ് ഉണ്ട്, ഈ ഡിമാൻഡിലേക്ക് വരുന്നതിൻ്റെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്കൊരു ബൈ കിട്ടേണ്ടതാണ്, ഒരു പ്രോപ്പർ ബൈ കിട്ടേണ്ടതാണ്. ഇവിടുത്തെ ബൈ ഒരു ലോവർ സെറ്റപ്പ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, ലോ ടാർഗറ്റ്. ഓക്കെ, ഇവിടെ നിന്ന് എൻട്രി കിട്ടുകയാണെന്ന് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യാം. അപ്പോൾ മാർക്കറ്റ് മുകളിൽ പുഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഈ ഇവിടെ വരെ ട്രൈ ചെയ്യാം സെല്ല്. ഇവിടെ സെല്ല് കിട്ടുകയാണെങ്കിൽ തിരിച്ച് നിങ്ങൾക്ക് ടാർഗറ്റ് താഴെ ഡിമാൻഡ് വരെ എന്ത് ചെയ്യാം, ഹോൾഡ് ചെയ്യാം. ഓക്കെ, സോ ഈ സെറ്റപ്പിൽ നോക്കുക. അപ്പോൾ എങ്ങനെയാണ് മാർക്കറ്റിൽ മൂവ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന മൂവ്. അപ്പോൾ നിങ്ങളെ സെറ്റപ്പും എക്സ്പെക്റ്റേഷനും ഡിഫറൻ്റ് ആയിരിക്കും. സോ അത് നിങ്ങൾക്ക് താഴെ ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ,
അപ്പോൾ എന്തായാലും ഇതാണ് ഇന്നത്തെ അനാലിസിസ്. ഓക്കെ, സോ ഇത് AUD ചാർട്ടാണ്. AUD ഇപ്പോൾ ഒരു ട്രേഡ് റണ്ണിങ് ആണ്. അത് ഏഷ്യയിലെടുത്ത ട്രേഡാണ്. ഞാൻ ആ യൂറോയ്ക്ക് പകരം എടുത്ത ഈ ഒരു ട്രേഡാണ്. കാരണം ഇത് എനിക്ക് കുഴപ്പമില്ലാത്ത എൻ്റെ അടുത്ത് തോന്നി, അതുകൊണ്ട് ഈ ഒരു ട്രേഡ് ഞാൻ എൻ്റർ ചെയ്തു. ഓക്കെ, സോ ഇതിൽ നമുക്ക് റീസെൻ്റായിട്ട് ഇവിടെ ഒരു ഹൈ ഉണ്ട്. ഇത് മാർക്കറ്റിലൂടെ സ്വീപ്പ് ചെയ്തു ഫസ്റ്റ് ഓഫ് ഓൾ. അതിനുശേഷം ഞാൻ ഒരു സ്ട്രെച്ചർ ഷിഫ്റ്റ് ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അതിൽ റീസൺ ഞാൻ കാണിച്ചു തരാം. സ്ട്രെച്ചർ ഷിഫ്റ്റ് എടുക്കാൻ കാരണം ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ 1 ഡേ ചാർട്ട് പോകണം. ഓക്കെ, സോ 1 അവറല്ല 1 ഡേൻ്റെ ചാർട്ട് പോകണം. 1 ഡേ ചാർട്ട് പോയാൽ കാണാൻ പറ്റും നിങ്ങൾക്ക് മാർക്കറ്റ് ഉണ്ടായിരുന്നത് ഈ ഒരു ഡേ ഹൈ എടുക്കാതെ ആയിരുന്നു. ഓക്കെ, ഈ ഡേ ഹൈ മാർക്കറ്റ് എടുത്തിട്ടില്ലായിരുന്നു. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. 1 മിനിറ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഏഷ്യയിലായിരുന്നു ഈ എൻട്രി വന്നത്. സോ ഓക്കെ, ഈ ഏരിയ. ഓക്കെ, ഇതാണ് ആ ഡേ ഹൈ എന്ന് പറയുന്നത്. അത് ഡേ ഹൈ, ആ ഡേ ക്യാൻഡിൽ ഹൈ എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയയാണ്. ഓക്കെ, ഇത് ഏഷ്യയിലാണ് സ്വീപ്പ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഞാൻ ഏഷ്യയിലൊരു എൻട്രി നോക്കി. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. 1 മിനിറ്റാണ് നോക്കിയത്. മാർക്കറ്റ് ഡയറക്റ്റ് ഒന്നുമില്ല, ഡയറക്റ്റ് മാർക്കറ്റ് മുകളിൽ പുഷ് ചെയ്തു, ലോ വെച്ചു, ഇവിടെ ഹൈ ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഹൈ ബ്രേക്ക് ചെയ്ത സമയത്ത് നമുക്കിവിടെ കാണാൻ പറ്റും ഒന്നൊരു ക്യാൻഡിലുണ്ട്, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് നമ്മൾ 3 മിനിറ്റിൽ മാറ്റുമ്പോൾ നമുക്ക് അവിടെ ഒരു ക്യാൻഡിൽ കാണാൻ പറ്റും. സോ ഈ എൻട്രി ഓക്കെ ഇവിടെ അല്ല, ഓക്കെ ഇവിടെ തന്നെ. ഓക്കെ, സോ ഇതൊരു ഫുൾ ക്യാൻഡിലായിട്ട് കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ ഈ ഫുൾ ക്യാൻഡിലായിട്ട് എടുത്തു. 1 മിനിറ്റിൽ ഫെയർ വാല്യൂ ഗ്യാപ്പായിട്ടാണ് എടുത്തത്. അപ്പോൾ എനിക്കറിയാം മാർക്കറ്റ് ഈ ഡേ ഹൈ എടുക്കും എന്തായാലും, അതിനുശേഷം സെല്ലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഒരു എൻട്രി വെറുതെ മാർക്ക് ചെയ്തിട്ട് ഞാൻ എടുത്തില്ല, ശരിക്കും എടുത്തില്ല. എനിക്ക് എടുക്കായിരുന്നു, ഞാൻ സ്കിപ്പ് ചെയ്തു. ഓക്കെ, സോ ഇവിടെ സെൽ വെച്ചു. ടാർഗറ്റ് ഞാൻ വെച്ചത് ഈ ഒരു ഹൈൻ്റെ കുറച്ച് മുകളിലായിട്ട് ഒരു 1:3 ആ റേഞ്ച്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പ്രോപ്പർ ബൈ കിട്ടുമായിരുന്നു ഞാൻ എടുത്തിരുന്നെങ്കിൽ. ബൈ ആയി മാർക്കറ്റിന് മുകളിലേക്ക് പോയി ഹൈ ബ്രേക്ക് ചെയ്തു. 1:3 റിസ്ക് റിവാർഡ് ഉണ്ടായിരുന്നു, അത് ഞാൻ മിസ് ചെയ്തു. ഓക്കെ, പിന്നെ ഉള്ളത് മാർക്കറ്റ് പിന്നെ ഇവിടെ ഒരു ഹൈ കാണാൻ പറ്റും, അത് ബ്രേക്ക് ചെയ്തു. ഈ ഹൈ ബ്രേക്ക് ചെയ്തത് ഈ ഒരു ഡേ ഹൈ എടുത്തതിന് ശേഷമാണ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റിൻ്റെ മുകളിലേക്ക് തന്നെ പോയി. എന്നിട്ട് ഒരു ഹൈ വെച്ചു. ഓക്കെ, ഹൈ വെച്ചതിന് ശേഷം അതിൻ്റെ അടുത്ത സെറ്റപ്പ് ഈ ലോ മാർക്കറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ബ്രേക്ക് ചെയ്യണം. ഓക്കെ, ഈ ലോ ബ്രേക്ക് ചെയ്യണം ആദ്യം. അപ്പോൾ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തില്ല, താഴേക്ക് വന്നിട്ട് ഈ ഡിമാൻഡ് വർക്കായി പിന്നെ മാർക്കറ്റ് മുകളിൽ പോയിട്ട് റീസെൻറ്റ് ഹൈൻ്റെ മുകളിൽ വിക്കാണ് ക്ലോസ് ആയത്, ബോഡി ക്ലോസ് ആയില്ല 1 മിനിറ്റിൽ. ഓക്കെ, 1 മിനിറ്റിൽ ബോഡിങ്ങിൽ ക്ലോസ് ആവണം, എന്നാൽ മാത്രമേ നമുക്കൊരു വീണ്ടും ബൈ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊന്നാമത് ഡേ ഹൈ ഓൾറെഡി മാർക്കറ്റ് ഇവിടെ എന്ത് ചെയ്തു, സ്വീപ്പ് ചെയ്തു. എന്നിട്ട് മുകളിൽ കൊണ്ടിട്ട് 1 മിനിറ്റിൽ ബോഡി ക്ലോസ് ആകാൻ പറ്റാതെ വിക്ക് മാത്രമായി. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഡിമാൻഡ് ബ്രേക്ക് ആകാൻ വെയിറ്റ് ചെയ്തു. ഫസ്റ്റ് ഡിമാൻഡ് ഓക്കെ ഇത് ബ്രേക്കായി. പിന്നെ ഒന്നും കൂടെ വെയിറ്റ് ചെയ്തു, ഇവിടെ ഡിമാൻഡ് കൂടെ ഉണ്ട്. കാരണം ഈ ഡിമാൻഡിൽ നിന്നാണ് മാർക്കറ്റ് ഈ ഡേ ഹൈ ബ്രേക്ക് ചെയ്ത്. അപ്പോൾ ഈ ഡിമാൻഡും കൂടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ വെയിറ്റ് ചെയ്തു. മാർക്കറ്റ് പ്രോപ്പറായിട്ട് അത് ബ്രേക്ക് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതൊരു 5 മിനിറ്റ്. ഓക്കെ, 5 മിനിറ്റ് ചാർട്ട് പോയി. എന്നിട്ട് ഈ ബ്രേക്കർ ബ്ലോക്കിൽ എൻട്രി എടുത്തു. അതായത് ഇതാണ് ഫസ്റ്റ് ബ്രേക്കായ ഏരിയ. ഈ ഒരു ബ്രേക്കർ ബ്ലോക്കിൻ്റെ കുറച്ച് മുകളിലേക്ക് എൻട്രി വെച്ചു. എന്നിട്ട് ടാർഗറ്റ് വെച്ചത് ഇവിടെ ഒരു ഡിമാൻഡ് ഉണ്ട്, ഒരു 50 മിനിറ്റ് ഡിമാൻഡ് ഉണ്ട്, ഇവിടെ ഒരു 5 മിനിറ്റ് ഡിമാൻഡ്. ഓക്കെ, ഇവിടെയാണ് വെച്ചത്. പക്ഷേ മാർക്കറ്റ് അങ്ങോട്ട് വന്നിട്ടില്ല, ഇപ്പോൾ തിരിച്ച് റിവേഴ്സ് ആവുന്നുണ്ട്. എന്തായാലും ഈ ഒരു എൻട്രി സേഫാണ്, കാരണം ബ്രേക്ക് ഇവനാണ്. ഓക്കെ, തിരിച്ചിപ്പോൾ കയറി ഇങ്ങോട്ട് വന്നാലും 0 ലോസ് 0 പ്രോഫിറ്റിൽ ട്രേഡ് ക്ലോസ് ആവും. ഓക്കെ, ഇതാണ് ഈ AUDൻ്റെ ഒരു സെറ്റപ്പ് ഞാൻ എടുത്ത് മോർണിംഗ് എടുത്ത്. സോ ഇതിലിഞ്ഞിപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന മൂവ് ഞാൻ നോക്കിയിട്ട് പറയാം, കാരണം ഇതെല്ലാം കൂടെ പറയുമ്പോൾ വീഡിയോ ലെങ്ത് ആവും. ഓക്കെ, ഇന്നലെ നമ്മുടെ ന്യൂസ് ടൈമിൽ എടുത്ത ട്രേഡാണ്, ന്യൂസ് സെക്ഷനിൽ USD CHF. ഓക്കെ, സോ നല്ല എൻട്രി ആയിരുന്നു. എൻ്റെ ടാർഗറ്റ് 1:5 ആയിരുന്നു. ഓക്കെ, സോ ഇവിടുന്ന് എൻട്രി സ്ട്രെയിറ്റായിട്ട് ടാർഗറ്റ് അടിച്ചു. പക്ഷേ ഇത് ടാർഗറ്റ് പ്രോപ്പറായിട്ട് വെച്ചുകൊണ്ട് അത് ടാർഗറ്റ് ഹിറ്റായി. ഞാൻ ശരിക്കും ഏകദേശം 1:11 അടുത്ത് പോയായിരുന്നു. ഓക്കെ, സോ ഇത് നല്ലൊരു എൻട്രി ആയിരുന്നു. ഇത് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം വീഡിയോ ലെങ്ത് ആവും. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ തരാം, അങ്ങനെ എൻട്രി എടുത്തെന്ന്. ഓക്കെ, സോ ഇതൊക്കെ നല്ല പേരാണ്. ഇതിനൊക്കെ അനാലിസിസ് വേണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ ഷെയർ ചെയ്യാം, താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ നല്ല എൻട്രി ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് പറഞ്ഞ പെയർ. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പെയറിൻ്റെ എല്ലാ മൂവും ചെക്ക് ചെയ്യുക, പ്രോപ്പറായിട്ട് എൻട്രി ആവുക. ഓക്കെ, നിങ്ങൾ റിസ്ക് മാനേജ് ചെയ്യുക, നിങ്ങൾ സ്ട്രാറ്റജി യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എടുത്തിട്ടുള്ളൂ. ബൈ ഫ്രണ്ട്.